അപ്പോൾ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് ഒരുപാടധികം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. കാരണം ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പറയുന്നതല്ല. മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ നോക്കി പോകുന്നതായിരിക്കും. 2 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഒന്ന് സിവിൽ പോലീസ് സ്റ്റേഷൻ SI നമുക്ക് പറയാം. അതുപോലെ മറ്റൊന്ന് ആംഡ് ബറ്റാലിയനിലേക്കുള്ള മറ്റൊരു പോസ്റ്റുമാണ്. സിവിൽ പോലീസിലേക്ക് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം, മറ്റതിൽ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ല. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അപേക്ഷേൻ്റെ ഒരു കേസിൽ വരുമ്പോൾ അത് മാത്രമേ ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ, മറ്റൊന്നുമില്ല. ഇതിന് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം, മറ്റതിന് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല, ആൺകുട്ടികൾക്ക് മാത്രമായിരിക്കും. രണ്ടും SI പോസ്റ്റാണ്. സാലറിയും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. പോസ്റ്റ് റാങ്ക് എല്ലാം സെയിം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാറ്റഗറി നമ്പറിലൊരു മാറ്റമുണ്ട്. രണ്ടിനും ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്, എലിജിബിൾ ആണെങ്കിൽ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാവുന്നതാണ്. 28/11/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025. ഇതാണ് SI പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് നിങ്ങൾ അപേക്ഷിക്കുക. കാറ്റഗറി നമ്പർ ഞാൻ പറയാം. ആ കാറ്റഗറി നമ്പറിലൂടെ ആയിരിക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പോലീസിലേക്ക് കേരള സിവിൽ പോലീസ് പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്കുള്ള SI പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. ഇതിന് വുമൺ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ എലിജിബിൾ എന്ന് കാണാൻ സാധിക്കും. ഇതിന് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 45,600 മുതൽ 95,600 വരെയാണ് ശമ്പളം പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. ഓപ്പൺ മാർക്കറ്റിൻ്റെ, അതായത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 448/2025 ആണ്. എല്ലാവർക്കും ഈ കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാം. പ്രായപരിധി വരുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് 2/1/1994 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ SC ST OBCക്കെല്ലാം പ്രായത്തിലുള്ളവും ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് +2 മാത്രം മതി. +2 വരുന്നത് ഇതിനാണ് കേട്ടോ, SC STക്കാണ്. മിനിമം നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത് കേട്ടോ. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SC ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ +2 മതി. +2 എന്താ മതി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിഗ്രിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, +2 അല്ല, എല്ലാവർക്കും ഡിഗ്രി നിർബന്ധമായിട്ട് വേണം. SC ST വിഭാഗത്തിൻ്റെ കുട്ടികൾക്ക് ഡിഗ്രി പഠിച്ചവരുടെ കുറവുണ്ടെങ്കിൽ, അപേക്ഷയിൽ കുറവുണ്ടെങ്കിൽ SC STയിൽ +2 ഉള്ളവർക്ക് ഇപ്പം നിലവിൽ അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച് വരുന്ന സമയത്ത് പരീക്ഷയ്ക്കൊക്കെ ഡിഗ്രി പാസ്സായവരുടെ കുറവുണ്ടെങ്കിൽ +2 പാസ്സായവരെ സഫിഷ്യൻ്റ് നമ്പറായിട്ടുള്ള കുട്ടികളില്ലെങ്കിൽ, SC STയിൽ അങ്ങനെയുള്ള കുട്ടികളില്ലെങ്കിൽ +2 പാസ്സായവരെ കൺസിഡർ ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഹൈറ്റും കാര്യങ്ങളും മെയിൽസിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് മുൻപ് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇത് ഫീമെയിൽസിൻ്റെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ. ഹൈറ്റ് 160 ആണ്. SC STക്ക് 155 പറയുന്നത്. പിന്നെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഐറ്റം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആൺകുട്ടികളുടേതാണ് കേട്ടോ. ഇവിടെ 8 ഐറ്റം പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിക്കുക. ഫീമെയിൽസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. 8 ഐറ്റം ഉണ്ട്. ഇതിലേതെങ്കിലും 5 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഫിസിക്കൽ വരുന്നത്. ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കാറ്റഗറി നമ്പർ ഇതിൻ്റെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 448/2025 ആണ്. അപ്പോൾ ഇത് സിവിൽ പോലീസ് ആണെന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാറ്റഗറി നമ്പറിൽ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ളതാണ്. സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇതിന് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 446/2025. ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങൾ, അതായത് ഹൈറ്റ്, ബാക്കിയുള്ള ഫിസിക്കൽ ഐറ്റംസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ കാറ്റഗറി നമ്പറിലൂടെ ആൺകുട്ടികൾക്ക് രണ്ടിനും അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.